ഇൻസ്റ്റാൾമെന്റിന്റെ കൺസെപ്റ്റ് പറയാൻ വേണ്ടി നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ എടുക്കുകയാണ്. ആനുവലി EAI ആണ്, അതായത് ഈക്വൽ ആനുവൽ. അത് നമ്മൾ എങ്ങനെ എത്ര വെച്ച് അടയ്ക്കണം? അപ്പൊ നമ്മുടെ കടം ഇവിടെ 26,160 സോ നമ്മുടെ കടം 26,160. നമ്മൾ ആനുവലി എത്ര രൂപ വെച്ച് അടയ്ക്കണം? 4 വർഷം കൊണ്ട് 6% പലിശ നിരക്ക് വരുന്ന, അല്ലെങ്കിൽ ഒരു 6% സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് ഓരോ വർഷത്തെ. 4 വർഷങ്ങളുണ്ട്. 4 വർഷങ്ങളുണ്ട്. എല്ലാ വർഷവും 4 വർഷമുണ്ട്. എല്ലാ വർഷവും 6% ആണ് പലിശ നിരക്ക് വരുന്നത്. സോ നമ്മൾ ഇൻസ്റ്റാൾമെന്റ് ചെയ്യുകയാണ്. നമ്മുടെ കടം 26,160 പക്ഷെ നമ്മൾ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടയ്ക്കുമ്പോൾ എത്ര രൂപ വെച്ച് അടയ്ക്കണം? ഇതാണ് നമ്മുടെ. അപ്പോൾ നമ്മൾ കടം എന്നുള്ള കൺസെപ്റ്റിനെ വേണ്ടി നിക്ഷേപം എന്നുള്ള രീതിക്ക് പറയാം. നേരെ തിരിച്ചാലോചിക്കുക. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കടം നമ്മൾ ഓരോ വട്ടവും നമ്മൾ പൈസ അങ്ങോട്ട് കൊടുക്കുക. തിരിച്ച് നമ്മളൊരു ഏതൊരു ബാങ്ക് അല്ലെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ഒരു ബാങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റോടെ നമ്മൾ ഓരോ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഒരു നിക്ഷേപം വരുന്നു. അങ്ങനെയുള്ള രീതി എന്ന് വെച്ചാലും ഞാൻ ആദ്യം ഒരു പർട്ടിക്കുലർ തുക ഞാൻ 100x എടുക്കുന്നു. അത് ഈക്വൽ ആയിട്ടല്ല, ഈക്വൽ ആനുവൽ ഇൻസ്റ്റാൾമെന്റ്. സോ എല്ലാ വർഷവും ഇത് വെച്ച് അടയ്ക്കണം. അപ്പോൾ ഞാൻ ആദ്യം 100x കൊടുത്താൽ ആ 100x എത്ര കാലം അവരുടെ കയ്യിൽ ഓടും? നോക്ക്, 1, 2, 3, അതായത് 1 വർഷം, 2 വർഷം, 3 വർഷം അവരുടെ കയ്യിലുണ്ട്. അതായത് 3 വർഷം ഈ 100x അവരുടെ കയ്യിലുള്ളതുകൊണ്ട് തന്നെ ആ 3 വർഷം 100x കയ്യിലുണ്ട്. സോ 3 വർഷം 100xന്റെ പലിശ, അതായത് അത്ര 6% ഓഫ് 100x അവർ എനിക്ക് തരണം. സോ അതുകൊണ്ട് തന്നെ 6% അറിയാലോ, 1% പറഞ്ഞാൽ തന്നെ എത്ര? 1 സോ 6% എന്ന് പറയുമ്പോൾ 6, 18, 100 ഞാൻ ഇട്ടു. 100 ഇട്ടപ്പം അവരുടെ ഈ ഒരു 3 വർഷം തിരിപ്പുണ്ട്. സോ അതിന് ഇത്രയും സിമ്പിൾ ഇൻട്രസ്റ്റ് ഉണ്ടാക്കും. സോ മൊത്തത്തിൽ അപ്പോൾ ഈ ഒരു വർഷം എത്ര രൂപ നമുക്കിവിടെ ഉണ്ടായി, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി എത്ര രൂപ ഉണ്ടായിരുന്നു ഓൾറെഡി നമ്മൾ പേ ചെയ്തതും പിന്നെ ഈ പലിശകളും 118x ഇപ്പം നമുക്ക് വേണ്ടി ഉണ്ടായി കിടക്കും ഈ വർഷം മാത്രം. അടുത്ത വർഷം വീണ്ടും ഞാൻ 100x ഇടുകയാണ്. അടുത്ത വർഷം വീണ്ടും 100x ഇടുമ്പോഴത്തേക്കും ഈ പൈസ എത്ര കാലം അവരുടെ കയ്യിലിരിപ്പുണ്ട്? 1, 2 വർഷം അവരുടെ കയ്യിലോട്ട് വരുന്നുള്ളൂ. അതുകൊണ്ട് 2 വർഷം അവർ ഉപയോഗിക്കുന്നുണ്ട്, 2 വർഷത്തെ പലിശ. സോ അതുകൊണ്ട് തന്നെ 12x. അപ്പം ഈ ഒരു വർഷം എത്ര രൂപ നമുക്ക് ജനറേറ്റ് ആവുന്നുണ്ട്? 112x ജനറേറ്റ് ആവുന്നുണ്ട്. ഈ വർഷവും നമ്മൾ 100x ആണ്. പക്ഷേ ഈ വർഷം നമുക്ക് 1 വർഷത്തെ അവർ കൈകാര്യം ചെയ്ത് കിട്ടുന്നുള്ളൂ. സോ 1 വർഷത്തെ പലിശ ഉണ്ടായി വരും. സോ അതിൻ്റെ ഫലമായിട്ട് 6x. ഇവിടെ ഈ ഒരു വർഷം നമുക്ക് എത്ര രൂപ ഉണ്ടാവും? 106x ഉണ്ടാവും. ഈ വർഷം അവർക്കൊന്നും കൈകാര്യത്തിനൊന്നും പൈസ വരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ 0 ആണ് വരുന്നത്. 0x 100x. ഇതാണ് നമുക്ക് അവസാനം ഈ ഒരു പർട്ടിക്കുലർ 4ാമത്തെ വർഷം കഴിയുന്നു കൈ തിരിച്ചു തരികയാണ് ചെയ്യുന്നത്. അവർ കൈകാര്യം ചെയ്യുന്നില്ല, തിരിച്ചു തരികയാണ്. ഇത് ഇത്രയും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 136x ആണ് നമുക്ക് അവസാനം കിട്ടുന്ന പൈസ. അതായത് തിരിച്ച് ഞാൻ ഈ ക്വസ്റ്റിനെ നേരെ തിരിച്ചാണ് പറയുന്നത്. സോ 26,160. സോ അവിടെ നമുക്ക് 100x കണ്ടുപിടിക്കാം. അതായത് നമ്മൾ ഒരു വർഷം നമുക്ക് അതിൽ പറഞ്ഞിരിക്കുന്ന EAI ഈക്വൽ ആയിട്ട് ആനുവൽ ഇൻസ്റ്റാൾമെന്റ് എത്രയാണ്? സോ 26,160/436 × 100 നമുക്ക് 6,000 എന്ന് കിട്ടും. ഓരോ വർഷവും അങ്ങനെ 6,000 രൂപ വെച്ച് അടയ്ക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ 100x നമ്മൾ കൊടുക്കും, അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ 100x ഇട്ടിട്ട് 4ാമത്തെ വർഷം നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? 4ാമത്തെ വർഷമാണ് നമ്മുടെ കണക്ക്. അല്ലെങ്കിൽ 4ാമത്തെ വർഷം നമ്മൾ ക്ലോസ് ചെയ്യുന്നുള്ള രീതിക്ക് ഇടുന്നത്. അപ്പം 100 രൂപ 100x 3 വർഷം കിടക്കാണ്. സോ ഓരോ വർഷവും 6% വെച്ച് 3 വർഷം ഉണ്ടാക്കുന്നു. സോ ഒരു വർഷം ഈ 100x എന്ന് പറയുന്നത് 118x ആയിട്ട് മാറുന്നു. സിമിലർ കൺസെപ്റ്റ് രണ്ടാമത്തെ വർഷം നമ്മൾ 100x ആണെങ്കിലും അത് യഥാർത്ഥ മൂല്യം 118x ആയിട്ട് മാറുന്നു. 100x നമ്മൾ 3 വർഷം കൊടുക്കുമ്പോൾ യഥാർത്ഥ മൂല്യം 106x ആയിട്ട് മാറുന്നു. അതാണ് ഇതിന്റെ കൺസെപ്റ്റ്. നമുക്കിവിടെ പറയുന്നത് കടം 26,160 ആണ്. സോ നമ്മളിപ്പം അടയ്ക്കാതെ വെച്ചിട്ടുണ്ട്. സാധാരണ നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റ് തന്നെ പറയുന്നത് 4 വർഷത്തിന് ശേഷം അടയ്ക്കുമ്പോൾ 4 വർഷത്തിന് ശേഷം അടയ്ക്കുമ്പോൾ നമ്മൾ 26,160 രൂപ അടയ്ക്കണം. സോ നമ്മൾ കടം ഇതാണ്. അതായത് ഇത്രേ ഉള്ളൂ. ഏതൊരു പ്രിൻസിപ്പിൾ ഉണ്ടായിരുന്നു, സിമ്പിൾ ഇൻട്രസ്റ്റോടെ കൂട്ടി നമ്മൾ ഇത്രയും രൂപ തിരിച്ചടയ്ക്കണം. പക്ഷേ നമ്മൾ കഴിക്കുന്നു 4 വർഷം കഴിഞ്ഞിട്ട് അടയ്ക്കുന്നില്ല, ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അല്ലെങ്കിൽ ഈക്വൽ ആനുവൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് EAI ആയിട്ട് അടയ്ക്കാൻ തീരുമാനിക്കുന്നു. സോ അങ്ങനെ തീരുമാനിക്കുമ്പോൾ നമ്മൾ അടയ്ക്കുന്ന ഓരോ അല്ലെങ്കിൽ 1 വർഷം 2 വർഷം നമ്മൾ 10 വർഷം 4 വർഷം കൊണ്ട് അടയ്ക്കാൻ പറയുകയാണ്. സോ EAI പോലുള്ള നിക്ഷേപമായിട്ടാണ് അവർ എടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പം കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ വട്ടം ഇട്ട് കൊടുക്കുന്ന പൈസയും അവർ യഥാർത്ഥത്തിൽ അവരുടെ സ്കീമിലോട്ട്, അവർക്കൊരു സിമ്പിൾ ഇൻട്രസ്റ്റ് 6% വരുന്ന അവരുടെ സ്കീമില്ല, അതിനകത്തോട്ട് നിക്ഷേപിക്കുക. അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ആലോചിക്കുക, നമ്മൾ ബാങ്കിൻ്റെ നമ്മൾ ഇച്ചിരി പൈസ കടം മേടിച്ചു, അല്ലെങ്കിൽ നമ്മളൊരു ഇച്ചിരി പൈസ കടം മേടിച്ചു, പ്രിൻസിപ്പൾ നമ്മൾ മേടിച്ചു. സോ നമ്മൾ 6% പലിശ നിരക്ക് 4 വർഷം കൊണ്ട് അടച്ചു തീർക്കാമെന്ന് വെച്ചാൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 26,160 വരുന്നു. അവർ പറഞ്ഞു ഈ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഈക്വലി ആനുവൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് തരുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ എമൗണ്ട് കുറയും. അല്ലെങ്കിൽ അവരിങ്ങനെ പറഞ്ഞു അങ്ങനെ അടയ്ക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അങ്ങനെ അടയ്ക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അവർ പറഞ്ഞു 6,000 രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ 6,000 രൂപ ഒരു മാസം അടയ്ക്കുകയാണ്. സോ ഓരോ വർഷവും നമ്മൾ അടയ്ക്കുകയാണ്. അപ്പോൾ ഇവർ നമ്മൾ കൊടുക്കുന്ന ഓരോ 6,000 അവർ നിക്ഷേപിക്കുവാണ്. നിക്ഷേപിക്കുമ്പോൾ നമുക്ക് പലിശ കിട്ടും. ഓക്കെ, നമുക്ക് കിട്ടുന്നത് പോലെ അങ്ങനെ 3 വർഷം അവർക്കത് ഉപയോഗിക്കാം. സോ അതുകൊണ്ട് തന്നെ ആ 3 വർഷത്തെ 6,000 പലിശയും കൂടെ ചേർത്ത് ആ ഒരു വർഷം 70-80 മൂല്യം ഉണ്ടാവും. ഓക്കെ, 6,000 ആ ഒരു വർഷം 70-80 ആയിട്ട് മാറും. അടുത്ത വർഷം നമ്മൾ 6,000 കൊടുക്കുകയാണ്. ആ 6,000 അവർക്ക് 2 വർഷത്തേക്ക് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോഴത്തേക്കും ആ 2 വർഷത്തേക്കാണ് നമ്മൾ 6,000 കൊടുത്തത്. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ പലിശയും കൂടെ ചേർത്ത് 6,720 ആവും ആ പൈസ. ഇനി വീണ്ടും നമ്മൾ 6,000 രൂപ കൊടുക്കുകയാണ്. സോ 6,000 നമ്മൾ അവർക്ക് കൊടുക്കുമ്പോഴത്തേക്കും 1 വർഷം അവർക്കത് മുൻകൂട്ടി കിട്ടുകയാണ്. സോ അതുകൊണ്ട് തന്നെ 6,360 ആവും അതിൻ്റെ മൂല്യം. അവസാനം നമ്മൾ കൊടുത്തു, ആ മാസം തന്നെ കാര്യങ്ങളൊക്കെ തീരുകയാണ്. അതായത് നമ്മൾ കൊടുക്കുന്ന അവർ നിക്ഷേപിക്കുന്ന പോലെയാണ് അവരിടുന്നത്. ഓക്കെ, അപ്പം ആ മാസം കൈകാര്യം ചെയ്യാൻ വർഷമില്ല. സോ 6,000 അങ്ങനെ മൊത്തത്തിൽ കൂട്ടുമ്പോൾ 26,160 രൂപ ഇൻകം ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ട് നമ്മൾ നമുക്ക് 6,000 വെച്ച് നമ്മൾ 4 തവണ 24,000 രൂപ അടച്ചോളൂ. അതായത് 26,160 അടയ്ക്കേണ്ടടുത്ത് നമ്മൾ 24,000 അടച്ചിട്ടുള്ളൂ. സോ നമ്മുടെ ഡിഫറൻസ് 2,160 രൂപ നമുക്ക് ലാഭമാണ്. നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ബാങ്കിന് തിരിച്ച് കിട്ടണം, അല്ലെങ്കിൽ ബാങ്ക് അല്ലെങ്കിൽ എന്തൊരു കടം 26,160 ആണെങ്കിൽ കടം 26,160 തന്നെ വന്നിട്ടുണ്ട്. നമുക്ക് പക്ഷേ 24,000 രൂപ അടയ്ക്കേണ്ടേ വന്നുള്ളൂ. കാരണം ഇതാണ് EAI അല്ലെങ്കിൽ EMI, അതിന്റെ കൺസെപ്റ്റ് ഇതാണ്.
അതായത് നമുക്കൊരു കടം ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ഒരു കടം ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ബാങ്ക് അല്ലെങ്കിൽ ഇപ്പോൾ EA തരുന്ന പ്രത്യേകിച്ച് ബാങ്കുകളൊക്കെ ആയിരിക്കുമല്ലോ. സോ അതുകൊണ്ട് തന്നെ EA കൺസെപ്റ്റ് ഇങ്ങനെയാണ്. നമുക്കൊരു കടം ഉണ്ടെങ്കിൽ ഒരു കടം, ഇപ്പോൾ ഞാൻ ഈ കേസിന് പറയുകയാണ് 26,160 കടം. സോ ഈ കടം ഉണ്ടെങ്കിൽ നമ്മുടെ ബാങ്ക് പറയും നിങ്ങൾ EA ആയിട്ട് എന്ന് പറയും. അപ്പോൾ നമ്മൾ EA ആയിട്ട് കൊടുക്കുമ്പോൾ അപ്പോൾ ഓരോ മാസവും നമ്മൾ പർട്ടിക്കുലർ എമൗണ്ട് അവർ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ എമൗണ്ട് കൃത്യമായി കൊടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ 6,000 രൂപ അതിനകത്ത് അനുസരിച്ച് 6,000 ആണ് നമ്മൾ പറഞ്ഞത്. നമ്മുടെ കടം 26,160 4 മാസം കൊണ്ട് നമ്മൾ 26,160 അടച്ചു തീർക്കണം. അപ്പം 4ാമത്തെ വർഷം നമ്മൾ 26,160 ബാങ്ക് പറഞ്ഞു 4 വർഷത്തിൽ 4 വർഷം ബാങ്ക് പറഞ്ഞു 4ാമത്തെ വർഷം 26,160 രൂപ കൊണ്ട് അടയ്ക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് EA ആയിട്ട് അടയ്ക്കാം. അത് ഓപ്ഷൻ ആണെങ്കിൽ ഓരോ മാസവും നിങ്ങൾ 6,000 രൂപ ഞങ്ങൾക്ക് കിട്ടുന്നു പറഞ്ഞു. അപ്പോൾ നമ്മളൊന്ന് അക്സെപ്റ്റ് ചെയ്യുന്നു. ഞങ്ങൾ ഓരോ മാസവും ഓരോ വർഷവും 6,000 രൂപ തരാം എന്ന് തീരുമാനിക്കുന്നു. അപ്പോൾ നമുക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് തന്നെ മനസ്സിലായി കടം 26,160. നമ്മൾ 4 വർഷം കൊണ്ട് 4,000 രൂപ വെച്ച് നമ്മൾ 4 വർഷം കൊണ്ട് 6,000 രൂപ വെച്ച് 6,000 × 4 24,000 കൊടുത്താൽ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി നമുക്ക് അതിന് ലാഭമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനുള്ള ഓരോ വർഷം 6,000 കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നത് കൊണ്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. നമ്മൾ ഓരോ വർഷവും 6,000 കൊടുക്കുമ്പോൾ ബാങ്ക് എന്താ ചെയ്യുന്നത്, ഏകദേശം നമ്മൾ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അതായത് നമ്മൾ 6,000 3 വർഷം അവിടെ കിടക്കുകയാണ്. ഈ 6,000 3 വർഷം, അതായത് ആദ്യം കൊടുക്കുന്ന 6,000 4 വർഷം എന്ന് വെച്ചാൽ 4 വർഷം 3 വർഷത്തെ ഗ്യാപ്പ്. ഓക്കെ, അങ്ങനെ വെള്ളം ഗ്യാപ്പ് നോക്കും. അപ്പോൾ 3 വർഷം ഈ 6,000 രൂപ കിടക്കുകയാണ്. അതായത് നമ്മൾ പറഞ്ഞില്ല സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഓരോ വർഷവും 6% വെച്ചാണ് പറയുന്നത്. സോ അതുകൊണ്ട് 3 വർഷം 6% വെച്ച് കിടക്കുന്നത് കൊണ്ട് തന്നെ ഈ പൈസ അവർക്ക് 70-80 ആയിട്ട് മാറും. നേരത്തെ ഞാൻ ഇവിടെ പറഞ്ഞായിരുന്നു 70-80 ആയിട്ട് മാറും. വർഷം വീണ്ടും നമ്മൾ 6,000 രൂപ കൊടുക്കുകയാണ്. ഈ 6,000 ഇപ്പം ഒരു വർഷം കഴിഞ്ഞില്ല, ഈ അടുത്ത വർഷം കൊടുക്കണം. അപ്പോൾ ഗ്യാപ്പ് നോക്കുക 2. സോ ഈ 6,000 2 വർഷം ഇവിടെ കിടക്കുന്നുണ്ട്. സോ 2 വർഷം കിടക്കുന്നതുകൊണ്ട് തന്നെ ആ 6,000ത്തിന്റെ മൂല്യം ഇപ്പം സോ നമ്മൾ 3ാമത്തെ വർഷമാണ് കൊടുക്കുന്നത്. സോ 3ാമത്തെ വർഷം നമ്മൾ ഈ 6,000 കൊടുക്കുകയാണ്. 3ാമത്തെ വർഷം സോ ഗ്യാപ്പ് 1 നമ്മൾ വരച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. സോ 1 വർഷത്തെ ഗ്യാപ്പ്. സോ 1 വർഷത്തെ പലിശ കിട്ടും. 1 വർഷത്തെ പലിശ കിട്ടുമ്പോൾ എത്ര കിട്ടും, നമുക്ക് 6,360 കിട്ടും. ഇനി വീണ്ടും നമ്മൾ 4ാമത്തെ വർഷം നമ്മൾ 6,000 കൊടുക്കുകയാണ്. ഈ 6,000 ഏതെങ്കിലും 4ാമത്തെ വർഷം കൊടുക്കുന്നത് ഈ 6,000 1 വർഷം തികയ്ക്കുന്നില്ല. കാരണം ആ വർഷം കൊണ്ട് പരിപാടി തീർന്നു. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ ഈ വർഷം കൊണ്ട് നമ്മൾ നിക്ഷേപം തീർത്തു എന്നുള്ള അവസ്ഥയാണ് അവർക്ക് വരുന്നത്. നിക്ഷേപം തീർത്തു, നമ്മൾ ക്ലോസ് ചെയ്ത് നമ്മൾ വന്ന് നിൽക്കുകയാണ് പൈസ മേടിക്കുന്നത്. അങ്ങനത്തെ എഫക്റ്റ് ആണ് നമ്മൾ മേടിക്കാൻ വന്ന് നിൽക്കുന്നില്ല. അതായത് നമ്മൾ ഓരോ വട്ടം കൊടുക്കുന്ന EA അവർ ഡെപ്പോസിറ്റ് പോലെയാണ് ചിന്തിക്കുന്നത്. സോ ആ 6,000ത്തിന് 1 വർഷം തികയ്ക്കാത്തത് കൊണ്ട് 1 വർഷത്തെ പലിശ പോലും ഉണ്ടാവത്തില്ല. സോ അതുകൊണ്ട് തന്നെ ഇത് വെറും 6,000 മാത്രമായിട്ട് രൂപപ്പെടും. അങ്ങനെ ബാങ്കിന് അവസാനം ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 26,160 രൂപ തന്നെ ബാങ്കിന് ഉണ്ടായി വന്നു. അതായത് ഇത്രേ ഉള്ളൂ, നമ്മുടെ കടം എന്താണോ 26,160 നമ്മൾ ബാങ്കിന് കൊടുക്കാനുള്ളത് അത് തന്നെ ബാങ്കിന് കിട്ടി. പക്ഷേ ഇവിടെ വരുന്ന കേസ് എന്ന് വെച്ചാൽ നമ്മൾ EA ആയിട്ട് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഈക്വൽ ആനുവൽ ഇൻസ്റ്റാൾമെന്റ് നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് നമ്മൾ 6,000 വെച്ച് 4 വട്ടം 24,000 രൂപ നമ്മൾ കൊടുക്കുന്നുള്ളൂ യഥാർത്ഥത്തിൽ. പക്ഷേ ബാങ്കിന് കറക്റ്റ് പൈസ കിട്ടുന്നുണ്ട്. ഇതിന് കാരണം ടൈം വാല്യൂ ഓഫ് മണിയാണ്. ഇവിടെ സമയവും കൂടെ ഒരു ഫാക്ടറായിട്ട് വരുന്നുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ഒരു 4 മാസം കൊടുക്കാതിരുന്ന് അവസാനമാണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ 26,160 നമ്മൾ കൊടുക്കണം. പക്ഷെ നമ്മൾ ആലോചിക്കുക, നമ്മൾ ഓരോ വർഷവും ഒരു പർട്ടിക്കുലർ എമൗണ്ട് ബാങ്കിന് കൊടുക്കുന്നുണ്ട്. സോ ആ ഓരോ എമൗണ്ടും ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട്. സോ ആ ഇൻകം അതായത് 24,000 ഇവിടെ ഈ രണ്ടും നമ്മുടെ ഡിഫറൻസ് 2,160. സോ ഈ 2,160 രൂപയുടെ വ്യത്യാസം വരാൻ കാരണം അത് നമ്മുടെ ഈ പൈസ ഉണ്ടാക്കുന്ന ഇൻകം ആണ്. അതായത് ഈ ഓരോ ഇൻസ്റ്റാൾമെന്റ് നമ്മൾ ചെയ്യുമ്പോഴും ആ ഇൻസ്റ്റാൾമെന്റ് ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് ഇതിന്റെ മെയിൻ കൺസെപ്റ്റ്. എല്ലാ വർഷവും 6,000 രൂപ വെച്ച് അടച്ചിട്ട് ആ 6,000ത്തിന് ഓരോ ബാങ്ക് 6,000 4 വർഷത്തേക്ക് ഇടുമ്പോൾ പലിശ കണക്ക് കൂട്ടുന്നു. പിന്നെ ഒരു 6,000 കൊടുക്കുമ്പോൾ 3 വർഷത്തേക്ക് അങ്ങനെയുള്ള ആ ഒരു ഇതെന്ന് പറയുന്നത് നമ്മൾ ഡെപ്പോസിറ്റ് രീതിയിൽ ചിന്തിക്കുമ്പോഴാണ്. ഇനി ഒറിജിനലി അല്ലെങ്കിൽ ആക്ച്വലി അതും ഇത് ഒരേ സംഭവം തന്നെയാണ്. പക്ഷേ ഒറിജിനലി നമ്മൾ EA അടയ്ക്കുമ്പോഴത്തേക്കും നമ്മളെ ആദ്യം ഫസ്റ്റ് വർഷം നല്ല എമൗണ്ട് പലിശ പോകും. പക്ഷേ സെക്കൻഡ് വർഷം നമ്മൾ നോക്കുമ്പോൾ അത്രയും പലിശ പോകാറില്ല. തേർഡിലെത്തുമ്പോൾ നമ്മൾ പലിശ കുറയും. അതായത് ഓരോ വർഷം നമ്മൾ അടയ്ക്കും തോറും പലിശ ഇങ്ങനെ കുറയുന്നതായിട്ട് നമുക്ക് തന്നെ കാണാൻ പറ്റും. സോ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം പർട്ടിക്കുലർ പ്രിൻസിപ്പിൾ തരും. സിമ്പിൾ ഇൻട്രസ്റ്റിലായതുകൊണ്ട് തന്നെ പ്രിൻസിപ്പിൾ നമ്മൾ എമൗണ്ട് നമ്മൾ കണ്ടുപിടിക്കുമ്പോഴത്തേക്കും നമുക്ക് 26,160 ക്വസ്റ്റ്യൻ അനുസരിച്ച് ഡെബിറ്റ് ആണ് 26,160. ദാറ്റ് ഈസ് നമ്മൾ അടയ്ക്കാതേക്ക് ഇരുന്ന് 4ാമത്തെ വർഷം നമ്മൾ ഈ പൈസ കൊടുക്കണം. അപ്പോൾ ആ ഇക്വേഷൻ അറിയാലോ, P × 1+NR/100 which is equal to 26,160. സോ നമുക്ക് P കിട്ടും. അതായത് ബാങ്ക് നമുക്ക് ഒറിജിനലി തന്ന പ്രിൻസിപ്പിൾ അത് 21,096 ആ ഒരു എമൗണ്ട് ആണ് നിൽക്കുക. സോ അത് നമുക്ക് ആദ്യം ബാങ്ക് തരും. അപ്പം ബാങ്ക് ആദ്യം നമുക്ക് തന്നു. ആദ്യത്തെ വർഷം നമ്മൾ എന്ത് ചെയ്യും, ആദ്യത്തെ വർഷത്തിന് കണക്കെടുക്കുകയാണെങ്കിൽ ആദ്യത്തെ വർഷം ബാങ്കിന് എത്ര പലിശ, ബാങ്കിന് നമ്മൾ പ്രിൻസിപ്പൽ ബാങ്ക് നമുക്ക് തന്നു. ഒരു വർഷം ആദ്യത്തെ വർഷം സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് പലിശ. സോ 6% ഓഫ് തന്ന പൈസ. സോ നമ്മൾ പലിശ 1,265 പലിശ. സോ അപ്പോഴാണ് നമ്മൾ 6,088 ഇതെന്ന് വെച്ചാൽ ഒരു പോയിന്റ് സംതിങ്ങിന്റെ കാൽക്കുലേഷൻ ഇവിടെ വരും, മറ്റേ എടുക്കാൻ കഴിയത്തില്ല. സോ 6,088 രൂപയാണ് നമ്മൾ അടയ്ക്കുന്നത് വെച്ചോ. സോ അപ്പം നമുക്ക് ഇത്രയാണ് പലിശ എടുത്ത്. സോ നമുക്ക് ഈ 6,088 ഈ പലിശ എടുക്കും. ബാലൻസ് വരുന്ന പൈസ നമ്മൾ മുതലോട്ട് അടയും. സോ അതിന്റെ ഫലമായിട്ട് ഈ 6,000 നിന്നും അല്ലെങ്കിൽ 6,088 നിന്നും ഈ പലിശ കുറയുന്ന ആ പൈസ അത് നമ്മുടെ മുതലിൽ നിന്ന് കുറയും. അതാണ് എഴുതിയിരിക്കുന്നത് 6,000 മൈനസ് ഈ കുറയ്ക്കുന്ന ഈ പൈസ 21,096 കുറയും. അപ്പോൾ ഇനി നമ്മുടെ പ്രിൻസിപ്പിൾ ഈ 16,264 സംതിങ് ആണ്. അപ്പോൾ ഇത് അടുത്ത വർഷം വരുമ്പോഴത്തേക്കും നമ്മുടെ ഇനി അടുത്ത വർഷം വേറെ കേസാണ്. അതായത് ഈ പൈസ നമുക്ക് ബാങ്ക് തന്നു, ആ വർഷം 6% ഓഫ് ആ പൈസ എന്നാണ് പലിശ. സോ അതാണ് പലിശ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ 6,088 കൊണ്ട് അടയ്ക്കുമ്പോൾ ഈ 6,088 നിന്നും ഈ പലിശ അവർ പിടിക്കും. ബാലൻസ് നമ്മുടെ മുതലോട്ട് അടയും. അപ്പോൾ ഇനിയുള്ള പ്രിൻസിപ്പിൾ 11 ഈ സംതിങ് ഈ പൈസയാണ്. അടുത്ത വർഷം അതാണ് പ്രിൻസിപ്പിൾ. അതിന്റെ 6% അവർ എന്ത് ചെയ്യും, പലിശ ജനറേറ്റ് ആവും ആ വർഷം. സോ അപ്പോഴാണ് നമ്മൾ 6,088 അടയ്ക്കുന്നത്. സോ അതുകൊണ്ട് ഇനിയുള്ള പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് 54,743 ആണ്.
അപ്പം ഇനി അടുത്ത വർഷം എന്താണ്, ഇനി അതാണ് പ്രിൻസിപ്പൽ. സോ അതിന്റെ 6% പലിശ ഉണ്ടാവും. അപ്പോഴാണ് നമ്മൾ 6088 രൂപ അടയ്ക്കുന്നത്. സോ അതിൽ നിന്നും ഈ പലിശ പിടിച്ചതിന് ശേഷം ബാലൻസ് മുതൽ അടയും. സോ അങ്ങനെ ആകുമ്പോൾ 4ാമത്തെ വർഷം അത് കറക്റ്റായിട്ട് 0 ആവും. സോ അത് 0 ആവുന്ന രീതിയിലായിരിക്കും അവർ ഈ EAI എത്ര വെച്ച് അടക്കണം എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് തരുന്നത്.